ഇസ്രായേലിലേക്ക് വീണ്ടും ഇരച്ചു കയറാൻ തയ്യാറെടുത്ത് ഹമാസ് പോരാളികൾ. ഹമാസ് വക്താവ് അബു ഉബൈദ തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇസ്രായേൽ ഇനിയും ഞങ്ങൾ ആക്രമണം നടത്തും, ഇനിയും ഞങ്ങൾ കരയുദ്ധം നടത്തും, ഇസ്രായേലിലേക്ക് ഞങ്ങൾ ഇരച്ചു കയറും, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ പൗരന്മാരെ, ഞങ്ങളുടെ ആശുപത്രികളെ, ഞങ്ങളുടെ ആരാധനാലയങ്ങളെ, ഞങ്ങളുടെ അഭയാർത്ഥി ക്യാമ്പുകളെ തകർത്ത ഇസ്രായേലിന് മാപ്പില്ല. ഇസ്രായേലിലേക്ക് ഇരച്ചു കയറാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് ഞങ്ങൾ. ഇതോടുകൂടി അബു ഒബൈദയുടെ വാക്കുകൾ ഇടുത്തിയായി മാറിയിരിക്കുകയാണ് അമേരിക്കയ്ക്കും അമേരിക്ക വളർത്തുന്ന ഇസ്രായേലിനും ഇസ്രായേൽ എന്ന തെമ്മാടി രാഷ്ട്രത്തിനും. ഗാസയിൽ കൂട്ടക്കുരുതിയാണ് ഇസ്രായേൽ നടത്തിയത്. ഗാസയിൽ മതത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തിയത്. ഈ തുരങ്കങ്ങളിലേക്ക് പട്ടികളെയും പന്നികളെയും ഒക്കെ പറഞ്ഞയക്കുക, പള്ളികൾ തകർക്കുക, ഇങ്ങനെയുള്ള അതികിരാതമായ നടപടികൾ, ഒരു ജനതയുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന നടപടികൾ. ആ നടപടികൾക്കെല്ലാം ഉത്തരമായി തങ്ങൾ ഇരച്ചു കയറാൻ തയ്യാറെടുക്കുന്നു എന്ന് അബു ഉബൈദ ഹമാസ് വക്താവ് പറയുമ്പോൾ ഇസ്രായേൽ നടുങ്ങുകയാണ്. കരയുദ്ധത്തിൽ ഹമാസിനെ തൊടാൻ പോലും ഇസ്രായേലിന് കഴിയില്ല. അവർ വ്യോമ ആക്രമണം നടത്തി അവരുടെ ഭീകരത, മനസ്സിൻ്റെ കാടത്തം പുറത്ത് കാട്ടി. വ്യോമ ആക്രമണത്തിലൂടെ മനസ്സിൻ്റെ കാടത്തം പുറത്ത് കാട്ടിയ ഇസ്രായേൽ ഇപ്പോൾ ആകെ മൊത്തം പരുങ്ങലിലാണ്. ഇസ്രായേലിലേക്ക് ഇനിയും ഒരു ആക്രമണം നടത്തും എന്നതിൻ്റെ ശക്തമായ സൂചന ഹമാസ് നൽകി കഴിഞ്ഞു. അങ്ങനെ ഒരു ആക്രമണം ഇനിയും ഉണ്ടായാൽ ഇസ്രായേൽ സൈന്യത്തിന് പിടിച്ചു നിൽക്കാൻ ആവില്ല. ബെഞ്ചമിൻ നെതന്യാഹു എന്ന യുദ്ധവെറിയനായ മനുഷ്യന് പിടിച്ചു നിൽക്കാനാവില്ല. ഇസ്രായേലുകൾ ഇപ്പോൾ ഭയന്ന് തുടങ്ങിയിരിക്കുന്നു. മുമ്പ് ഭയമില്ലാത്തവരുടെ രാജ്യമായിരുന്നു ഇസ്രായേൽ. ഭയം എന്നത് അവർക്കറിയില്ല. കാരണം ജയിച്ചു കയറിയ ചരിത്രമാണ് അവർക്കുള്ളത്. കിരാതമായ യുദ്ധത്തിലൂടെ, കിരാതമായ യുദ്ധ നടപടികളിലൂടെ ജയിച്ചു കയറിയ ചരിത്രം. ആ ചരിത്രം ഇപ്പോൾ കീഴടങ്ങുകയാണ്. ആ ചരിത്രം ഇപ്പോൾ നാമാവശേഷമാവുകയാണ്. ഹമാസിൻ്റെ മുമ്പിൽ കരയുദ്ധത്തിൽ ഇസ്രായേൽ പൂർണ്ണമായും കീഴടങ്ങി എന്നതിൻ്റെ പിന്നാലെയാണ് അബു ഉബൈദ എന്ന ഹമാസ് വക്താവിൻ്റെ പ്രസ്താവന വരുന്നത്. ഇരച്ചു കയറും ഞങ്ങൾ ഇസ്രായേലിൽ, തകർത്തെറിയും ഞങ്ങൾ ഇസ്രായേലിനെ. ഞങ്ങളുടെ പൗരന്മാരെ കൊന്നതിന്, ഞങ്ങളുടെ നവജാത ശിശുക്കളെ കൊന്നതിന്, ഞങ്ങളുടെ കുട്ടികളെ കൊന്നതിന്, ഞങ്ങളുടെ രോഗികളെ കൊന്നതിന് തിരിച്ചടി ഉറപ്പ്. പറഞ്ഞതുപോലെ ഹമാസ് ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ആകെ മൊത്തം ഈ പ്രസ്താവനയ്ക്ക് ശേഷം, അബു ഉബൈദ നടത്തിയ പ്രസ്താവനയ്ക്ക് ശേഷം ആകെ മൊത്തം അങ്കലാപ്പിലാണ്. ഏത് നിമിഷവും തിരിച്ചടി ഉണ്ടാകും. അയൺ ഡോമാണ് തിരിച്ചടിയെ പ്രതിരോധിക്കാനുള്ള ഇസ്രായേലിൻ്റെ ഏക മാർഗം. പക്ഷേ അയൺ ഡോമിനെ കൊണ്ട് ഒരു പുണ്ണാക്കും നടക്കില്ല എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞു. ഹിസ്ബുള്ളയും ഹമാസുമൊക്കെ അയൺ ഡോമിനെ തകർത്ത് തരിപ്പണമാക്കിയത് ലോകം കണ്ടു. അമേരിക്ക അടുത്ത് പ്രതീക്ഷിച്ചു കൊടുത്ത മിസൈൽ പ്രതിരോധ സംവിധാനം ഒന്നും ഫലം കാണാതെ പോയിരിക്കുന്നു. അതിന് പിന്നാലെയാണ് ഹമാസിൻ്റെ പ്രസ്താവന വരുന്നത്. ഹമാസിൻ്റെ പ്രസ്താവനയെന്ന് വെച്ചാൽ അവരൊരു വാക്ക് പറഞ്ഞാൽ അത് പാലിച്ചിരിക്കും. അതാണ് ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്നത്. എങ്ങനെയെങ്കിലും യുദ്ധം പകുതി വഴിക്ക് അവസാനിപ്പിക്കാൻ ഇസ്രായേലിന് കഴിയില്ല. നെതന്യാഹുവിന് കഴിയില്ല, ഇസ്രായേലിന് കഴിയും. ഇസ്രായേൽ സേന മടുത്തു. കാരണം 25,000-ഓളം സേന ചിതറിക്കിടക്കുകയാണ് വടക്കൻ ഗാസയിൽ. എവിടെ ഏതൊക്കെ സംഭവിക്കുമെന്നറിയില്ല. ഓരോരുത്തരെയായി നേർക്കുനേർ യുദ്ധത്തിലൂടെ ഹമാസ് കൊന്നൊടുക്കുന്നു. ഈ സ്ഥിതിവിശേഷമാണ് നിലനിൽക്കുന്നത്. അതിന് പിന്നാലെയാണ് അടുത്ത ഭീഷണി, അടുത്ത മുന്നറിയിപ്പ് ഹമാസ് നൽകിയിരിക്കുന്നത്. ഇരച്ചു കയറും ഞങ്ങൾ ഇസ്രായേലിലേക്ക് വീണ്ടും, ഞങ്ങളുടെ പൗരന്മാരെ കൊന്നതിന്, ഞങ്ങളുടെ കുട്ടികളെ കൊന്നതിന്, ഞങ്ങളുടെ ആരാധനാലയങ്ങൾ തകർത്തതിന്, ഞങ്ങളുടെ അഭയാർത്ഥി ക്യാമ്പുകൾ തകർത്തതിന്, ഞങ്ങളുടെ ആശുപത്രികൾ തകർത്തതിന് ഇരച്ചു കയറും ഞങ്ങൾ, ഇനിയും ഇരച്ചു കയറും. മുന്നറിയിപ്പാണ് ഹമാസ് നൽകിയിരിക്കുന്നത്. ഹമാസിൻ്റെ മുന്നറിയിപ്പെന്നാൽ അത് ചെയ്തു കഴിഞ്ഞു എന്നർത്ഥം.